വലിയ സിനിമ നമുക്ക് എടുത്തു പറയാനൊന്നുമില്ല. നമുക്ക് മലയാള സിനിമയുടെ പട്ടികയിൽ തന്നെ പെടുത്താൻ പറ്റിയ സിനിമ. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടന്റെ സിനിമ വലിയ ഇന്ത്യൻ സിനിമ നമുക്ക് ചരിത്രമൊന്നും എഴുതാൻ പറ്റില്ല, പക്ഷെ എന്നാ കണ്ടിരിക്കാം. എമ്പുരാൻ സിനിമ കണ്ടതിന് ശേഷം ഫസ്റ്റ് ഷോ കണ്ടതിന് ശേഷമുള്ള റിവ്യൂ ആണ്. ലൂസിഫറിന് ശേഷമുള്ള പാർട്ടാണ് എമ്പുരാൻ. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഡയറക്ഷനെ നമ്മൾ പ്രതീക്ഷിച്ചാണ് ഈ സിനിമ കാണാൻ പോയത്. പക്ഷെ ആസ് എ പേഴ്സൺ എനിക്ക് തോന്നിയത് ലൂസിഫറിന്റെ 7 അയലത്തില്ല എമ്പുരാൻ എന്നുള്ളതാണ്. കാരണം ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ഒരു സിനിമ ഒരുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. അതുപോലെ ഒരുപാട് സസ്പെൻസ് ഫാക്ടേഴ്സ്, ഈ സസ്പെൻസ് ഫാക്ടേഴ്സ് ഒന്നും ഒരു പരിധി വരെ വർക്കൗട്ട് ആയില്ല. സെക്കൻഡ് ഹാഫിൽ 1-2 സീൻ, ഞാൻ ഏതാന്ന് പറയുന്നില്ല, കൈയിടി നേടുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻസ് ഫാക്ടേഴ്സ് ഒന്നും വലുതായിട്ട് വർക്കൗട്ട് ആയില്ല. മാത്രമല്ല മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ് സിനിമയിൽ. അതാണ് തോന്നുന്നത്, എനിക്ക് തോന്നിയ ഏറ്റവും വലിയ നെഗറ്റീവ്. എന്തായാലും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥ എമ്പുരാൻ കണ്ടതിന് ശേഷം ഉറപ്പായിട്ടും ഇല്ല. മസ്റ്റായിട്ട് തിയേറ്ററിൽ ഒന്ന് വാച്ച് ചെയ്യേണ്ട മൂവി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. വന്നേക്കുന്ന ക്യാരക്ടേഴ്സ് പൃഥ്വിരാജാണെങ്കിലും ടോവിനാണെങ്കിലും മഞ്ജുവാരാണെങ്കിലും അവർക്ക് കിട്ടിയിരിക്കുന്ന റോളുകൾ അവർ തകർത്താടിയിട്ടുണ്ട്. പിന്നെ ദീപക് ദേവിന്റെ BGMs എല്ലാം പടത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഡോണാണ് എബ്രഹാം ഖുറേഷി. ചേട്ടാ പടം നല്ല പടം തന്നെയാണ്, മോശമല്ല. പക്ഷേ ഇത്രയും ബിൽഡപ്പിനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഓക്കെ, സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് നമ്മൾക്ക് അത്ര സൂചിക്കത്തില്ല. ബഡ്ജറ്റ് നമ്പർ 1 എന്ന് വെച്ചാൽ കേരളത്തിൽ ഇതുപോലൊരു മലയാള സിനിമ ഇതുപോലൊരു ബഡ്ജറ്റ് പടം എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ലൂസിഫർ സ്റ്റൈലിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നായിരുന്ന കുറച്ചും കൂടെ പടം ഒരു മാസമായേനെ. ഇതൊരു ഖുറേഷി ലെവലിലെ പൃഥ്വിരാജിന്റെ പേഴ്സണൽ ലൈഫൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത്. ഗംഭീരമായിട്ട് ഉഗ്രം പടം, ഭയങ്കര ഒരു ഇന്റർനാഷണൽ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പൃഥ്വിയുടെ ഡയറക്ഷൻ, ലാലേട്ടൻ പിന്നെ ഒന്നും പറയാനില്ല, എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് സർപ്രൈസസും സസ്പെൻസുകളും ഉണ്ട്. പോയി തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടം. എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ നമുക്ക് പാൻ ഇന്ത്യൻ എന്നല്ല, ഒരു ഇന്റർനാഷണൽ വേൾഡ് പടം, ഒരു ഹോളിവുഡ് പടം കണ്ടിറങ്ങിയ ഫീൽ.